കഠിനമായ കാര്യങ്ങൾ ചെയ്യാൻ നമ്മുടെ തലച്ചോറിനെ എങ്ങനെ ശീലിപ്പിക്കാം? വാ നോക്കാം. ഞെട്ടിക്കുന്ന ഒരു സത്യത്തിൽ നിന്ന് തുടങ്ങാം. നിങ്ങളുടെ തലച്ചോറ് അത് ശരിക്കും നിങ്ങളുടെ സുഹൃത്തല്ല. കാരണം തലച്ചോറിന്റെ പ്രധാന ലക്ഷ്യം ഒന്നേയുള്ളൂ: അതിജീവനം. അതായത് നിങ്ങളെ സുരക്ഷിതമായി നിർത്തുക, അത്രമാത്രം. അതിനുവേണ്ടി അത് നിങ്ങളെ ദുർബലനും ഭീരുവും നിശബ്ദനുമാക്കി മാറ്റാൻ ശ്രമിച്ചുകൊണ്ടേയിരിക്കും. തലച്ചോറിന് വേണ്ടത് വിശ്രമവും സുഖവും നാളെ ചെയ്യാം എന്ന മനോഭാവമാണ്. പക്ഷേ പോരാളികളുണ്ടാകുന്നത് പ്രതിരോധത്തിലൂടെയാണ്. നിങ്ങൾ ഇതിനെ അനുസരിച്ച് ജീവിക്കുന്തോറും പതിയെ പതിയെ സ്വന്തം മനസ്സിന്റെ അടിമയായി മാറും. അപ്പോൾ ഈ യുദ്ധത്തിൽ എങ്ങനെ ജയിക്കാം? സ്വന്തം മനസ്സിനെ എങ്ങനെ തോൽപ്പിക്കാം? ഇവിടെയാണ് വേദനയുടെ റോള് വരുന്നത്. വളർച്ചയ്ക്കും ശക്തിക്കും നിങ്ങൾ കൊടുക്കുന്ന വിലയാണ് ശരിക്കും വേദന. അതുകൊണ്ട് സുഖം തേടി ഓടുന്നത് നിർത്തും. പകരം പ്രതിരോധങ്ങളെ ധൈര്യമായി നേരിടാൻ തുടങ്ങും. നിങ്ങളുടെ മനസ്സ് പറയും, എനിക്കിത് ചെയ്യാൻ തോന്നുന്നില്ല. അപ്പോൾ നിങ്ങൾ പറയണം, കൊള്ളാം, അതുകൊണ്ട് ഞാനിത് ചെയ്യും. കാരണം മടി അതാണ് മാറ്റത്തിന്റെ ഏറ്റവും വലിയ ശത്രു. ചിന്തിക്കാൻ സമയം കൊടുക്കരുത്. ആ മടിയെ തകർക്കാൻ ഒരു കിടിലൻ ടെക്നിക്ക് ഉണ്ട്. അതാണ് 3 സെക്കൻഡ് റൂൾ. വളരെ സിമ്പിളാണ്. മനസ്സിൽ പിന്നോട്ടെണ്ണുക. 3, 2, 1. കഴിഞ്ഞാൽ നേരെ ആക്ഷൻ. പ്രവർത്തിച്ചു തുടങ്ങിയാൽ പിന്നെ ഓവർ തിങ്കിങ് ഇല്ല. ചിന്തകൾ പോയി, ചലനം മാത്രം. ഇതിന് വലിയ വലിയ പ്ലാനൊന്നും വേണ്ട. വേണ്ടത് ദിവസവും ചെയ്യുന്ന ഒരു ചെറിയ ഡിസ്കംഫർട്ട് റിച്വലാണ്. ചെറിയ കാര്യങ്ങൾ മതി. ഒരു കോൾഡ് ഷവർ, 100 പുഷപ്പ്, അല്ലെങ്കിൽ സൂര്യൻ ഉദിക്കും മുൻപ് എഴുന്നേൽക്കുന്നത്. ഇതിൽ ഓരോന്നും നിങ്ങളുടെ ബലഹീനതയ്ക്ക് കൊടുക്കുന്ന ഓരോ ഇടിയാണ്. തലച്ചോറ് പതിയെ കീഴടങ്ങാൻ പഠിക്കും. അച്ചടക്കം തോന്നാൻ വേണ്ടി കാത്തിരിക്കരുത്. പകരം നിങ്ങൾ ആരാണെന്നങ്ങ് തീരുമാനിക്കുക. ഒരു പോരാളി ഫീലിംഗ്സിനു വേണ്ടി കാത്തു നിൽക്കില്ല. അവരാരാണെന്ന് തീരുമാനിക്കും, എന്നിട്ട് അതുപോലെ പ്രവർത്തിക്കും. ലക്ഷ്യം ഇതാണ്: പ്രഷറിൽ തളരാതെ അതിൽ വളരുന്ന ഒരു മെഷീനായി നിങ്ങൾ മാറണം. ഒരുപാട് കാലം നിങ്ങൾ നിങ്ങളുടെ തലച്ചോറിനെ അനുസരിച്ചു, അല്ലേ? മതി, അത് ഇന്നത്തോടെ തീർന്നു. നിങ്ങളിലെ ആ പഴയ ആൾ ഇന്ന് മരിക്കുകയാണ്. അപ്പോൾ ഇനി നിങ്ങൾ ആരാകാനാണ് പോകുന്നത്?